നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോയ ലൊക്കേഷനാണ് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലം. ഇത് ഹോൽഗോട്ടൻ ബാർ അങ്ങനെയാണ് ലൊക്കേഷൻ്റെ പേര്. ഇതൊരു കേവാണ്. ആ കേവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. പോണ വഴിക്ക് ഇതേപോലെ ചെറിയ വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. കല്ലൊക്കെ മുകളിൽ നിന്ന് വീഴും എന്നുള്ള ഇൻഫർമേഷൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കേവിലേക്ക് നമുക്ക് ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് ഫെയർ 12 കൊണ്ടെങ്ങാണ്ടാണ്. ഇതാണ് കേവ്. ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ കേവിൻ്റെ അകം കാണാൻ ഇവരിങ്ങനെ ലൈറ്റൊക്കെ വെച്ച് നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് കളറിലുള്ള ലൈറ്റൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് ചെറിയ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഈ കേവ് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ വർഷങ്ങളെടുത്ത് ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് ഇറങ്ങി ആ വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങുന്നതിൻ്റെ ഒപ്പം കുറച്ച് മണലുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സെറ്റിലായി ആണ് ഇതേപോലെ താഴത്തേക്ക് ഇങ്ങനെ ഈ കേവ് ഇതേപോലെ ഫോം ചെയ്തേക്കണം. അങ്ങനെയാണ്. അപ്പോൾ അതവിടെ ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ ഡിസ്പ്ലേയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് എഴുതി വന്നേക്കുന്നത്, ഫോം ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഡിസ്പ്ലേയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേപോലെ പല ഡിസ്പ്ലേകൾ പല സ്ഥലത്തുമായിട്ടുണ്ട്. ഈ കേവിലേക്ക് വരുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മുകളിൽ നിന്ന് ഭയങ്കര ഒരു ഇറക്കമാണ്. ആ ഇറക്കത്തേക്ക് വണ്ടിയൊക്കെ പോകും. പക്ഷെ നമുക്ക് അന്ന് നമ്മൾ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടന്ന് ഇറങ്ങണമായിരുന്നു. ഇനി ഇതൊക്കെ തിരിച്ച് കയറണമല്ലോ എന്നോർത്ത് നമ്മൾ ഇനി പോകണോ എന്നൊക്കെ ആലോചിച്ച് പക്ഷെ നമ്മളെന്തായാലും പോയിട്ട് മടങ്ങി വരുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു നമ്മളങ്ങനെ ഇവിടെ വന്ന്. പിന്നെ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വീഴുന്ന സൗണ്ടാണ് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഫുള്ള് കേൾക്കുന്നത്. ഇങ്ങനെ വെള്ളത്തുള്ളി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന സൗണ്ട് ഫുൾ ടൈം ഉണ്ട്. കുഴപ്പമില്ലാതെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകുന്നവർ ഈ സ്ഥലത്തൊക്കെ പോയി കാണാൻ നോക്കുക. അങ്ങനെ നമ്മൾ ഈ കേവിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയിട്ട് ഇപ്പുറ സൈഡിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തെത്തും. നമ്മൾ പുറത്തെത്തിയിരിക്കുന്നു. ഇവിടുന്ന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് ഇങ്ങനെ നല്ല രസമായിട്ട് കാണുകയൊക്കെ ചെയ്യാം.